ഇത് മാസ് മോട്ടോഴ്സ് നമ്മുടെ CD ഡീലക്സ് വണ്ടിയുടെ എൻജിൻ വർക്കും അതേപോലെ ജനറലായിട്ട് 1-2 വർക്കുകളും കൂടി ഉണ്ടായിരുന്നു ജനറൽ സർവീസായിട്ട്. എൻജിൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്, വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് പോർഷനൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒന്ന് നമുക്ക് ഈ സാരി കാർഡിൻ്റെ ഈ പോർഷൻ ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ചേസിൻ്റെ സസ്പെൻഷൻ്റെ ടച്ച് ഭാഗം, അതായത് ബോഡി ഫ്രെയിമിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കത്, ആ ഭാഗം ചെറുതായിട്ട് പൊട്ടിയിട്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിൽ ടാങ്ക് പിടിപ്പിക്കുന്ന ചേസുമേക്ക് പിടിപ്പിക്കുന്ന ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ആ പ്ലേറ്റ് ഓൾറെഡി വിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്യാനും പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം ക്യാമൊക്കെ തിരിച്ചിട്ടാണ് യൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ മാറണം. പക്ഷേ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബ്രേക്ക് ലൈനർ നിസ്സാരം കൂടി തീരാനുണ്ട്. പക്ഷേ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റില്ല. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഹബ്ബാണ്, അലേ വീലാണ്. അപ്പോൾ അതിൻ്റെ ഈ ഹബ്ബിലാണ് ശരിക്കും ബ്രേക്ക് ലൈനർ വരയുക. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇതിനകത്ത് വന്ന് വരഞ്ഞിട്ടാണ് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ അതങ്ങനെ വർക്ക് ചെയ്ത് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്, കാരണം അത്രയും തേഞ്ഞ് പോയേക്കാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ക്യാമ് നമ്മൾ ലൈനർ ഇട്ടാലും ക്യാമ് അതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% നമുക്കത് ആ ലൈനർ പരമാവധി ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല. കാരണം പരമാവധി ഉപയോഗിച്ച് തീർക്കാൻ നോക്കുമ്പോഴത്തേക്കും ബ്രേക്ക് ജാം ആവാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലെയ്ത്തിൽ കയറ്റി ആ ഹബ്ബ് കട്ട് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫേസിലേക്ക് ആക്കണത്. അപ്പോൾ അതൊക്കെ എക്സ്പെൻസ് കൂടുതലാണ്. തന്നെയല്ല ഇപ്പോൾ ലൈനർ മാറ്റിയിട്ടാൽ തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം അത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് ഈ ചെയിൻ്റെ സ്പോക്കറ്റ് ബെയറിങ് നോക്കുമ്പോൾ അത് എത്ര ഷേക്ക് കാണിക്കുന്നുണ്ട്, അത്രയും പ്ലേ ഉണ്ട്. അത് ആ ബെയറിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ് പ്ലേ കാണിച്ചു തുടങ്ങിയതാണ്. അത് കൈയോടൊന്ന് അഴിച്ച് മാറ്റിയിടാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ചെയിൻ സ്പോക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ പഴക്കമായിട്ടില്ല. കമ്പനി സ്പോക്കറ്റൊന്നും അല്ല, എങ്കിൽ കൂടി അത് വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ളൊരു സാധ്യത ഉണ്ടാവും. ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ് കംപ്ലൈൻറ്റ് ഇപ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. ഇനി ഇത് തന്നിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് വന്നു. പിന്നെ നമുക്ക് നമ്മൾ ഇരിക്കുന്ന ബാറ്ററിയൊക്കെ നമ്മൾ കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. സർവീസിലൊക്കെ ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇരിക്കുന്നത് ബോഷിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് 4 ആമ്പിയർ തന്നെ ബാറ്ററിയാണ് അതും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. വോൾട്ടൊക്കെ മാക്സിമം നല്ല വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഓക്കെ ആയിട്ടാണ് കാണിക്കുക കേട്ടോ. ടെസ്റ്റിലും ഓക്കെയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇതിന് ശേഷം ഇപ്പോൾ ആ വർക്കും കൂടി ബാക്ക് വീലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ടും കൂടി അഴിക്കാനുണ്ട്. പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ഇവിടെ വന്ന സെൻറ്റർ ബെയറിങ്, അതായത് കോൺസെപ്റ്റ് എന്ന് പറയും, അത് പോയിട്ട് നമ്മളിപ്പോൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടിയാണ് ഫ്രണ്ടിൽ നിന്ന്. പിന്നെ അതേപോലെ ഫ്രണ്ട് മൺകാട് പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതാഴ്ച ഫ്രണ്ടിലത്തെ അതാഴ്ച മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ മൺകാട് കൂടി നമുക്കത് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ കേബിൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ പൊട്ടിയിരിക്കണേ, ബ്രേക്ക് ലൈനർ തീർന്നിരിക്കണു, അങ്ങനെ കുറച്ച് വർക്ക് കൂടി ഉണ്ട് നമുക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഞാനത് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഞാനപ്പോൾ അത് ഫ്രണ്ട് കൂടി അയച്ചു കഴിയുമ്പോൾ അതും കൂടി അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഒരുമിച്ചൊരു വീഡിയോ ഫയൽ ആക്കിയിട്ട് ഞാൻ അയച്ചു തരാം. അപ്പോൾ നോക്കിയിട്ട് അപ്പോൾ ടോട്ടൽ എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ വർക്കിന് എത്ര വരും, ഇപ്പോൾ എൻജിൻ വർക്കിൻ്റെ കംപ്ലീറ്റ് ആയതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വർക്കിന് എത്ര വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോയുടെ CD ഡീലക്സ് എന്ന വണ്ടി. അതിൻ്റെ ഫ്രണ്ട് ഹാൻഡിൽ ബെയറിങ്, അതായത് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആ യൂണിറ്റ് നമ്മൾ കംപ്ലൈൻറ്റ് ആയിരുന്നു, മാറ്റാൻ വേണ്ടി അയച്ചാണ്. ഇതിപ്പോൾ നമ്മൾ അടിച്ചാണ് പുതിയതുണ്ടോ, പുതിയത് അടിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺ നല്ല രീതിയിൽ തന്നെ ഡാമേജ് വന്ന് പോയിട്ടുണ്ട്. അതായത് അത്യാവശ്യം തുരുമ്പിട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ബോളുകളൊക്കെ തുരുമ്പിട്ട് പോയേക്കായിരുന്നു കേട്ടോ. അത് സെറ്റ് ചെയ്താലും കിട്ടാത്തൊരു കണ്ടീഷനിലായതുകൊണ്ടാണ് നമുക്കത് മാറ്റേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 4 പീസും അതേപോലെ റേസറും കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിലവിലോട് മാറ്റാനായിട്ട് എടുത്തിട്ടുണ്ട്. 410 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. ഇതാണ് അതിൻ്റെ ബോൾ റേസർ സെറ്റ്. ഇതേപോലെ കണ്ടീഷനിൽ ഇരിക്കുന്നതാണ്, തുരുമ്പിട്ട് ഫുള്ള് ഡാമേജിലേക്ക് പോയതാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കതിനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹീറോൻ്റെ ഇപ്പം വന്ന, അതായത് ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ടുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് വന്നതിൽ ഈ ശരിക്കും മോളിക്കോട്ട് ഗ്രീസ് എന്ന് പറയുന്നത്, ഇത് ശരിക്കും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ലൈഫ് കിട്ടും. അതായത് ഇപ്പോൾ ഈ പാർട്ട് നമ്പറിലുള്ള ഇതിനകത്താണ് വരാത് കേട്ടോ. 410 രൂപയാണ്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിനുള്ള ഗ്രീസ് അടക്കം വന്നുണ്ട്. ഈ ഗ്രീസിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് വാട്ടർ റെസിസ്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ വെള്ളം വന്നാൽ പോലും, വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ടായാൽ പോലും ഗ്രീസ് അതിൽ നിന്ന് പോവില്ല. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിപ്പർപ്പസ് സാധാരണ ഗ്രീസ് ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഗ്രീസുമായി ഇല്ലാണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മൂവ്മെൻ്റ് ഉള്ള ഭാഗങ്ങളിൽ തുരുമ്പ് കയറും. അങ്ങനെയാണ് അത് ഡാമേജിലേക്ക് പോകാം. പിന്നെ ഓൾറെഡി നമ്മൾ ചെറിയൊരു നല്ല രീതിയിലുള്ള ഗട്ടറുള്ള വഴിക്കൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡാമേജ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നിലവിൽ നമ്മളത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് കുറച്ച് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. നമ്മൾ ടാങ്ക് പിടിപ്പിക്കുന്ന ഭാഗത്ത് ഇവിടെ വെൽഡിങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെൽഡ് ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിലെ വീലിനോടനുബന്ധിച്ച് തന്നെ സസ്പെൻഷൻ്റെ ഈ ഭാഗത്ത് വെൽഡിങ് പോയ കാരണം അതും വെൽഡ് ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്ത് വെച്ചിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് അതിൻ്റെ സാരി ഗാർഡിൻ്റെ ഭാഗത്തും വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെൽഡിങ് വിട്ടുപോയ കാരണം അപ്പോൾ അതും കൂടി ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാണ്ട് അതും കൂടി ക്ലിയർ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതുകൂടി ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ, ഇന്നത്തേക്ക് നമുക്ക് അത് ക്ലിയർ ചെയ്ത് വയ്ക്കുക എന്തെങ്കിലും. കാരണം അതിൻ്റെ വയറിങ്ങിൻ്റെ ഭാഗം കൂടി നമ്മൾ നോക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം വയറിങ് കൂടി ചെക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, വണ്ടി നാളത്തേക്ക് എടുക്കാവുന്ന കണ്ടീഷനാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ.